കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോയിന്ന്. അത് ഇവിടെ അടുത്തുള്ള നിർമ്മല ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടാ. നിർമ്മൽ ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടേ അവർക്കൊരു കുഞ്ഞു ഫിഷ് ഫാം ഉണ്ട്. മീനെ വാങ്ങിക്കാൻ അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാടി വർത്താനം പറയാൻ ആ ചേച്ചി എന്നോട് പറയാറുണ്ട് കേട്ടാ. അവിടെ കുറേ ടൈപ്പ് ഓഫ് ഗപ്പികള്, കുറേ മീനുകൾ ഉണ്ട് കേട്ടാ. പല ടൈപ്പ് മീനുകളുണ്ട്. ഇത് പാരറ്റ് ആണ് കേട്ടോ, വലിയ പാരറ്റ്. അവര് ബ്രീഡിങ്ങിനായിട്ട് ഇട്ടേക്കണതാണ്. കുറേ ഫൈറ്ററുകൾ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു പാരറ്റുകളില്ലേ അതുണ്ട്. ഒറേൻഡ ഗോൾഡ് ഉണ്ട്, സാധാരണ ഗോൾഡ് ഉണ്ട്, പിന്നെ കാർപ്പുകൾ അടക്കം അവരെ വീട്ടിലുണ്ട്. അതോ ആ ഒരു വീടിന്റെ മുകളിൽ ഫുള്ള് അവര് മീനുകളെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടാ. അപ്പൊ നമുക്ക് സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനോട് ഒരു ഇഷ്ടം വേണമെന്ന് മാത്രം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഗപ്പീനെയൊക്കെ വാങ്ങിച്ചതേ പോന്നു. നല്ല മഴ വന്നൂട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളപ്പോ ഓട്ടിക്കതച്ച് വീട്ടിൽ കയറി. ഇനി നമുക്ക് ആ കൊണ്ടുവന്ന മീനുകളെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാം. അതിനായിട്ട് പണ്ടേ ഞാൻ മീൻ വളർത്തിയിരുന്ന ഒരു വട്ടയുണ്ട്. നമ്മുടെ പഴയ വീട്ടിലായിരുന്നപ്പോഴേ കുറെ ഗപ്പികളെയും മോളികളെയും പാരറ്റ് അങ്ങനെ കുറെ ടൈപ്പ് മീനുകളെ ഞാൻ വളർത്തിയിരുന്നു. അപ്പൊ അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന വട്ടയാണ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ തുടങ്ങണം ഈ പരിപാടി എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അതില് തന്നെ സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതില് ഞാൻ കുറെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ചേച്ചിയുടെ അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ തന്നിട്ടുണ്ടായി. അതൊക്കെ ഇട്ടിട്ട് പ്രസവിക്കാറായ ആൾക്കാരൊക്കെ അതിലേക്ക് ഇട്ടു. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലത്തെ പോണ്ടിൽ കൊണ്ടുവന്നിട്ടു കേട്ടാ. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിയായി. അതിന്റെ ഇടയിൽ ഇതേ പ്രശാന്തായിട്ട് എത്തി. ജാനു ഗേറ്റ് ഒക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ പൂര മഴയായിരുന്നു. ആ മഴയത്താണ് കേട്ടോ എന്റെ അച്ഛനും അമ്മയും പോട്ടേന്ന് പോകുന്നത്. ആ മഴയത്ത് ദേ ഒരു പിങ്ക് കിളിയും ഒരു മഞ്ഞ കിളിയും വരണുണ്ടോ, അത് എന്റെ അച്ഛനും അമ്മയാണ് കേട്ടാ. മിക്കവാറും എല്ലാ ഞായറാഴ്ചയും അച്ഛനും അമ്മയും വരും കേട്ടോ, കുട്ടികളെ കാണാനും എന്നെ കാണാനും വിശേഷങ്ങൾ പറയാനൊക്കെ. എന്താ വെച്ചാൽ അച്ഛന് കടയുള്ള കാരണം ഞായറാഴ്ച മാത്രമല്ലേ ഒഴിവുള്ളൂ. അച്ഛന്റെ കയ്യിലിരിക്കണ കുപ്പി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടാ. അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടാ. നമ്മൾ എന്തിട്ടൊക്കെ കഴിച്ചാലുവേ ഇതുപോലെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടുവരുന്ന പലഹാരങ്ങളോട് ചിലതിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ. അതുപോലൊരു പലഹാരമാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം. കോട്ടയിലെ ഒരു കടയിൽ ഉണ്ടാക്കുന്നതാണ്. അവർ വരുമ്പോ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതും കഴിച്ചുകൊണ്ട് കുറെ കത്തി വെച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടാ. എല്ലാ സൺഡേയും ഇവര് വന്നു കഴിഞ്ഞാലേ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങും. അച്ഛന് കുറച്ച് ഇലയൊക്കെ പറിക്കണം. അച്ഛൻ കടയില് ഇലയിലാണ് കടികൾ പൊതിഞ്ഞു കൊടുക്കുക. അപ്പൊ ആഴ്ചയിൽ വന്നിട്ട് കുറച്ച് ഇലയൊക്കെ ഇതുപോലെ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ആ വാഴക്കൂട്ടം ഞങ്ങൾ വെട്ടാതെ നിർത്തിയേക്കണേട്ടാ. അപ്പൊ അവർ ഓരോന്ന് പറഞ്ഞും തരൂട്ടാ. ആ വാഴയ്ക്കൊക്കെ ഓരോ കുത്തുകൊടുക്ക് ഹരിമോനെ, അതുപോലെ മുളകൊക്കെ വേറെ പാവിക്കോ അങ്ങനെയൊക്കെ. അങ്ങനെ അവര് പോവാൻ ഇറങ്ങിയിട്ടാ. അപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയാലും അവരിങ്ങോട്ട് വന്നാലും സമയം പോണതേ അറിയില്ല കേട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടികളെ ഉറക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറെ പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും പ്രശാന്തനും കൂടി മേലേലത്തെ ഓഫീസ് റൂമിൽ പോയി. ഇതൊക്കെ ഞാൻ വരച്ച പടങ്ങളാണ് കേട്ടാ.